കേരളത്തിൽ കോൺഗ്രസിന് വിശ്വാസത്തിലെടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വിജയസാധ്യത പ്രതീക്ഷിക്കുന്നു. കേന്ദ്രത്തിന്റെ അറിവോടെയാണെങ്കിലും അമിത്ഷായോ നരേന്ദ്രമോദിയോ രംഗത്ത് വരാതെയുള്ള ഓപ്പറേഷന്റെ സാധ്യത ബി.ജെ.പിക്കൊപ്പം കോൺഗ്രസും പരീക്ഷിക്കും. ഇരു പാർട്ടികളും അതീവ രഹസ്യമായി ആലോചിക്കുന്ന പദ്ധതിയാണിത്. മുൻപ് കെ.ജി. മാരാരും കെ. കരുണാകരനും ജീവിച്ചിരുന്ന കാലത്ത് ഇത്തരമൊരു നീക്കം നടന്നിരുന്നു. കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ഉയർന്നത് ഇക്കാലത്തായിരുന്നു. എന്നാൽ ഇത് ബി.ജെ.പിക്ക് ഒട്ടും ഗുണം ചെയ്തിരുന്നില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിവിധ സർവേ ഫലങ്ങൾ യു.ഡി.എഫിന് മൃഗീയ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത്. ഇടതുമുന്നണിയെ 0 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിക്കാനാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ. ബി.ജെ.പിക്ക് 1 സീറ്റ് സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം കെ.സി. വേണുഗോപാലും ഇത്തരമൊരു നീക്കത്തിന് ഇക്കുറി ചുക്കാൻ പിടിക്കും എന്നാണ് വിവരം. എൻ.എസ്.എസ്. മുഖപത്രമായ സർവീസിന്റെ പുതിയ ലക്കത്തിൽ മുഖപ്രസംഗം യു.ഡി.എഫിന് അനുകൂലമാണ്. അത് കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. വേണുഗോപാൽ സുകുമാരൻ നായരുമായി അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവാണ്. ഇടത് സർക്കാരിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന മുഖപ്രസംഗം മന്നം ചെയ്തി അട്ടിമറിക്കാൻ ഇടത് സർക്കാർ ശ്രമിച്ചതായും ആരോപിക്കുന്നു. സംവരണം നടപ്പിലാക്കിയത് ഇടത് സർക്കാരാണെങ്കിലും അതിനുള്ള നടപടികൾ തുടങ്ങിയത് കഴിഞ്ഞ യു.ഡി.എഫ്. സർക്കാരാണെന്നും പറയുന്നു. ന്യായമായ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയെന്നും അവർ തുടങ്ങിവെച്ച കാര്യങ്ങളാണ് ഇടത് സർക്കാർ നടപ്പിലാക്കിയതെന്നും മുഖപ്രസംഗത്തിലുണ്ട്. പാറക്കുളം എയ്ഡഡ് കോളേജ് യു.ഡി.എഫ്. സർക്കാർ നൽകിയതാണ്. എന്നാൽ ഇടത് സർക്കാർ അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഹൈക്കോടതിയിൽ പോയാണത് നേടിയെടുത്തത്. മന്നം ചേന്തി നെഗോഷ്യബിൾ ആക്ട് അനുസരിച്ച് അവധിയാക്കണമെന്ന ആവശ്യത്തെ പിണറായി സർക്കാർ നിസ്സാരമായി തള്ളി. തുടർന്നും എൻ.എസ്.എസ്. സമദൂരം തുടരും എന്ന പല്ലവി തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ സർക്കാരിനെ പേരെടുത്ത് പറഞ്ഞ് നിരവധി സ്ഥലങ്ങളിൽ അഭിനന്ദിക്കുന്നുണ്ട്. ഒരു സർക്കാരിൽ നിന്നും അനർഹമായ ഒന്നും നേടിയിട്ടില്ല എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. അതേ മുഖപ്രസംഗത്തിൽ 10% സംവരണം നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല. ഇത് വിട്ടുപോയതാണെന്ന് പറയാനാവില്ല. അവിടെയാണ് കളി. ബി.ജെ.പിയും എൻ.എസ്.എസുമായി ധാരണകളൊന്നും നിലവിലില്ല. എന്നാൽ ഒരു അന്തർധാര ഇരുവരും തമ്മിലുണ്ട്. അത് ജി. സുകുമാരൻ നായരും ശ്രീധരൻ പിള്ളയും തമ്മിലുള്ളതാണ്. ശ്രീധരൻ പിള്ളയ്ക്ക് ലോക്സഭയിൽ 1 സീറ്റെങ്കിലും ജയിക്കണം. അതേസമയം 20 സീറ്റിലും പ്രമുഖരെ മത്സരിപ്പിച്ച് ഇടതുമുന്നണിയെ ജയിപ്പിക്കാൻ ബി.ജെ.പിക്ക് താല്പര്യമില്ല. കോൺഗ്രസിലെ വോട്ടുകൾ കുറയ്ക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ഒരു പരുവത്തിന് പോയാൽ ബി.ജെ.പിക്കും കോൺഗ്രസിനും ഇതിന് സാധ്യതയുണ്ട്. മുൻപ് മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നടത്തിയ പരീക്ഷണം വിജയകരമാകുമെന്ന് ബി.ജെ.പി കരുതുന്നു. ബി.ജെ.പിക്ക് 1 സീറ്റെങ്കിലും കേരളത്തിൽ നിന്നും ജയിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പ്രമുഖ നേതാക്കളെ ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്നും ബി.ജെ.പി മാറ്റി നിർത്തും. അത്തരം സ്ഥലങ്ങളിൽ കോൺഗ്രസ് ജയിക്കട്ടെ എന്ന കണക്കുകൂട്ടലായിരിക്കും ഇത്. എന്നാൽ ഏത് സീറ്റിൽ മത്സരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് അറിയേണ്ടത്. കുമ്മനം മത്സരിച്ചാൽ അദ്ദേഹത്തിന് ജയസാധ്യത കൽപ്പിക്കപ്പെടുന്നു. കെ. സുരേന്ദ്രനും ജയസാധ്യത ഉണ്ടെങ്കിലും ബി.ജെ.പിയിലെ പടലപ്പിണക്കം പാരയായി മാറുമോ എന്ന് ഇനി കണ്ടറിയാം. കോൺഗ്രസ് എല്ലാ സീറ്റിലും ജയിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.